മുഹമ്മദ് സിറാജിനെ നിസാരമായി കാണുന്നത് അവസാനിപ്പിക്കാൻ ഇന്ത്യൻ ആരാധകരോടും ക്രിക്കറ്റ് വിദഗ്ധരോടും അശ്വിൻ്റെ ഓർമ്മപ്പെടുത്തൽ. ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റിൽ 9 വിക്കറ്റ് പ്രകടനത്തിലൂടെ ഇന്ത്യക്ക് ത്രില്ലർ വിജയം സമ്മാനിച്ചതിനു ശേഷം സിറാജ് ഒരു മാച്ച് വിന്നറാണെന്ന് തിരിച്ചറിയുന്നതിൽ പലരും പരാജയപ്പെട്ടുവെന്ന് അശ്വിൻ പറഞ്ഞു. എന്നാൽ ആരാധകർ ഇനി അത് തിരിച്ചറിഞ്ഞ് സിറാജിനെ ഒരു മാച്ച് വിന്നറായി കണ്ടേ പറ്റൂ. 5 ടെസ്റ്റ് മത്സരങ്ങളിലായി 185 ഓവറുകളാണ് സിറാജ് പരമ്പരയിൽ എറിഞ്ഞത്. ഇത് ഈ പരമ്പരയിൽ ഏതൊരു ബോളറേക്കാളും കൂടുതലാണ്. 23 വിക്കറ്റുകളാണ് പരമ്പരയിൽ നിന്ന് സിറാജ് നേടിയത്. ബുംറയുടെ അഭാവത്തിൽ പരാതികളില്ലാതെ നീണ്ട സ്പെല്ലുകൾ എറിഞ്ഞ് സിറാജ് ഇന്ത്യയുടെ പേസ് ആക്രമണത്തിന് നേതൃത്വം നൽകി. എന്നാൽ അശ്വിൻ ഒരു മുന്നറിയിപ്പും നൽകി. സിറാജിനിപ്പോൾ 30 വയസ്സായതിനാൽ താരത്തെ അമിതമായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് അശ്വിൻ ഇന്ത്യൻ ടീമിനോട് ആവശ്യപ്പെട്ടു. അവൻ ഇന്ത്യയുടെ നമ്പർ 1 ടെസ്റ്റ് ബോളറായി മാറാൻ സാധ്യതയുണ്ട്. എന്നാൽ അവന് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്രധാനമായ മത്സരങ്ങളിൽ അവന് വിശ്രമം നൽകുക തന്നെ വേണമെന്നും അശ്വിൻ കൂട്ടിച്ചേർത്തു. മറ്റൊന്ന്, ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്ന് ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്ന സൂര്യകുമാർ യാദവ് കുറച്ച് ദിവസം മുൻപ് പരിശീലനം ആരംഭിച്ചിരുന്നു. സ്പോർട്സ് ഹേർണിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നീണ്ട വിശ്രമത്തിലായിരുന്നു സൂര്യകുമാർ യാദവ്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലാണ് സൂര്യ അവസാനമായി കളിച്ചത്. ഇതിനുശേഷമാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. വിശ്രമത്തിന് ശേഷം ബാംഗ്ലൂരുവിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ താരം ജോയിൻ ചെയ്തിരുന്നു. നെറ്റ്സിൽ ബാറ്റിംഗ് പരിശീലനമാണ് സൂര്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 9 മുതൽ 28 വരെ UAEയിൽ നടക്കാനിരിക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിലായിരിക്കും സൂര്യകുമാർ യാദവിന് ഇന്ത്യൻ ടീമിനായി കളിക്കുക. ഏഷ്യ കപ്പ് ടൂർണമെൻറ്റ് 2020 ഫോർമാറ്റിലായതിനാൽ സൂര്യ ഇന്ത്യയെ നയിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം സൂചിപ്പിക്കുന്നത്. ഏഷ്യ കപ്പിൽ ശ്രേയസ് അയ്യരും ടീമിൽ ഉണ്ടാകുമെന്നാണ് വിവരം. അതേസമയം ഏഷ്യ കപ്പിനായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഈ മാസം അവസാനം പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.